ആദ്യത്തെ ബീഫ് അച്ചാർ ഓർഡർ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കി ഇതാക്കി വെച്ചതാണ്. കഴുകിയെടുക്കുക. ബീഫ് ഇറച്ചി ആദ്യമായിട്ട് അച്ചാറിടുന്നില്ല, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അത് കഴുകിയെടുത്തു. എന്നിട്ട് പീസാക്കിയിട്ട് പിന്നെയും കുറച്ച് വിനാഗിരി ഇട്ടിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഈ ബീഫ് അച്ചാറിൽ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ബീഫിൽ ചേർത്ത് കൊടുക്കാം. ബീഫ് അച്ചാറിലല്ല, ബീഫിൽ കഴുകി വൃത്തിയാക്കിയ ബീഫിൽ. ഇത് മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഇനി അതിൽ വേണ്ടുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് കാണൂല എങ്കിലും ഞാൻ സൈഡിലിടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മൊത്തം മിക്സാക്കി എടുക്കും ഞാൻ. ഇനി വേണ്ടുന്നത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി വേണ്ടുന്നത് മുളക് പൊടിയാണ്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം നല്ലോണം മിക്സാക്കിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ ഫോൺ വീണ് പോകുമെന്നറിയില്ല, നല്ല ആടിക്കൊണ്ടുണ്ട്. ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ, എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത്ര വെളുത്തുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് അതിൽ മിക്സാക്കി. ഫ്രണ്ട്സ്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് അതൊന്ന് ഒതുക്കിയിട്ട് ഇത് നൈസാവുമെങ്കിൽ നൈസാക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ഇതാക്കിയിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർക്കുക ബീഫിലേക്ക്. ഞാൻ 2 കിലോ അച്ചാറിനാണ് 1 കിലോ അച്ചാറിനാണ് ബീഫ് വാങ്ങിയിട്ട് വന്നത്. 2 കിലോ ആണ് വാങ്ങിയത്. ഒന്ന് നമ്മൾ അത് എല്ലാം വൃത്തിയാക്കി കഴുകി എടുക്കുമ്പോൾ തന്നെ അതിന് കുറേ കച്ചറകൾ പോവും. പിന്നെ അത് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇതായിട്ട് അതിൻ്റെ വെയിറ്റ് കുറയും. പൊരിക്കുമ്പോൾ പിന്നെയും കുറഞ്ഞു പോകും. നമുക്കറിയാം അപ്പോൾ എത്ര കിലോ കിട്ടുമെന്ന് അറിയില്ല. 1 കിലോ കിട്ടുമോ ഒന്നിൽ കൂടുതൽ കിട്ടുമോ എന്നറിയില്ല, ആക്കി നോക്കണം. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ വിശ്വസ്തയോട് കൊടുക്കുക. കാരണം വാങ്ങുന്നവരുടെ അടുത്ത് നമ്മൾ പൈസ മേടിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കണം, ആത്മാർത്ഥതയോടെ ആക്കി കൊടുക്കണം. പിന്നെ പറ്റിക്കരുത് ഒരിക്കലും. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ബീഫ് വാങ്ങിയിട്ട് വന്ന് ഇവിടെ വീട്ടിൽ വന്നിട്ട് തൂക്കി നോക്കുമ്പോൾ ഉണ്ട് 2 കിലോ വാങ്ങിയതാണ്, 1,800 ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ അടുത്ത് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഇനി വാങ്ങാൻ പോകുമ്പോൾ ഞാൻ പറയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഇവിടുന്ന് വേസ്റ്റും കളയുമ്പോൾ അത്രയും പോയില്ലേ. അപ്പോൾ അവരങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വാങ്ങുന്ന പൈസയ്ക്ക് കറക്റ്റായിട്ട് നല്ല ആത്മാർത്ഥതയോടെ ആക്കി കൊടുക്കുക. നമ്മളടുത്ത് പിന്നെ ഇത് ചെറിയൊരു ഓർഡർ വന്നതാണ് 1 കിലോൻ്റെ. അത് മോന് ഹോസ്റ്റലിൽ പോകുമ്പോൾ അവനക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇനി കുറേ അച്ചാറുകൾ ചെയ്യാനുണ്ട്. കൈപ്പക്ക അച്ചാർ ചെയ്യാനുണ്ട്, ബീട്രൂട്ട്, ചെറുനാരങ്ങ, ഈത്തപ്പഴം, ഇങ്ങനെ എല്ലാം മിക്സായിട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയ സ്വന്തം ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാനിതെല്ലാം ഇതിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. അതെല്ലാം മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇത് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ചിട്ട് ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ടിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വിസിലടിപ്പിക്കാം. ഞാൻ ഇത്തിരി വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. ഇത് ഞാനിനി ഇതെല്ലാം ഒന്ന് മിക്സാക്കാം. കുറച്ച് കായപ്പൊടി ഇടണം, ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടൊന്ന് നമുക്ക് അതൊന്ന് വേവിക്കാം. അപ്പോൾ കായപ്പൊടി LGൻ്റെ ആണ്, അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കേ. പിന്നെ അച്ചാറിന് നമ്മൾ ഇടണമല്ലോ, അതുകൊണ്ട് ഇച്ചിരി. അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി കയ്യിലെടുത്തിട്ട് തന്നെ ഇടാം, ഒരു നുള്ളിൽ ഇത്രേ. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒരു 4 വിസിൽ അടുപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം പരക്കി വെച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്: ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ബീഫ് പരക്കി വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമ്മളതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിലെടുക്കട്ടെ. കരിയിൽ ഒന്ന് നമുക്ക് കൊടുക്കാം. ഞാൻ മൊബൈലില്ല കൊണ്ടല്ലെങ്കിൽ അങ്ങനെ എടുത്ത് കയ്യിലായിരുന്നു. ഇടട്ടെ, നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം.
വെച്ചു. വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വേവട്ടെ. അപ്പം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അച്ചാറിത വേവിച്ച ബീഫ് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിക്കട്ടെ. നല്ലോണം വറ്റട്ടെ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തിട്ടില്ല. നല്ലോണം വെള്ളം എല്ലാം വറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇതെല്ലാം ഇതെടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മതി, ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ വേവിച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ ബീഫ് കുറേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊടുക്കാം. ഒന്ന് പൊരിഞ്ഞ് വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം വെന്ത് വറ്റിയതുകൊണ്ടേ നമുക്ക് കുറച്ച് വറുത്തെടുത്താൽ മതി. കുറച്ച് പറഞ്ഞാൽ നല്ലോണം മൊരിയേണ്ട ആവശ്യമില്ല, അധികം മൊരിഞ്ഞ് ഇതാവേണ്ട ആവശ്യമില്ല. ആവട്ടെ. നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കണം. ചെയ്യുമ്പോൾ നമ്മൾ സംതൃപ്തിയോടും സമാധാനത്തോടും ചെയ്യണം. വാങ്ങുന്നവർക്കും നല്ല രുചിയും ഉണ്ടാവണം. അതുപോലെ തന്നെ അവർക്ക് വിശ്വസിച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കണം. കാരണം ഇതിൽ ഒരു കെമിക്കലും ഇല്ല എന്നില്ല ആ പൂർണ്ണ ബോധ്യത്തോടെ അവർക്ക് കഴിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഇത് പ്രൊഡക്റ്റ് അച്ചാറായാലും എന്ത് ഭക്ഷണ ഫുഡ് പ്രൊഡക്റ്റ്സ് ആയാലും നമ്മൾ ആത്മാർത്ഥതയോട് സത്യസന്ധമായി ആക്കി കൊടുക്കണം. പറ്റിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്. അവർ പറ്റിക്കുന്നവർ പറ്റിച്ചോട്ട് സാരല്ല, അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വില കുറവാണ്, വില കൂടുതലാണ് ഈ സാധനങ്ങൾക്ക്, അതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് അതാക്കാമെന്ന് വിചാരിക്കേണ്ട. പൈസ നിങ്ങൾ കൂടുതൽ അവരുടെ അടുത്ത് മേടിച്ചോ, പക്ഷെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. കാരണം അവരും സംതൃപ്തിയോട് വാങ്ങിയത്, സംതൃപ്തിയോട് കൊടുത്ത പൈസയ്ക്ക് നല്ല ഇത് കിട്ടിയെന്നില്ല ആ ഒരു സംതൃപ്തി അവർക്കും വേണം, കസ്റ്റമേഴ്സും വേണം. ഓക്കെ, ഇനി അതെല്ലാം പൊരിഞ്ഞ് വരട്ടെ. സാറല്ല ബീഫ് വറുത്തത് ഇങ്ങനെ ആയിട്ടുണ്ട്, എടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് നാളത്തെ വേറെന്താ പറഞ്ഞിട്ട് പിന്നെ ചേട്ടന് പണിയൊന്നും പണിയല്ല. ഇനി ഒരു ട്രിപ്പും കൂടിയിട്ട് എടുക്കാം. ഞാനിവിടെ പോയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പോൾ ബീച്ചിൽ പോയി. ലാസ്റ്റ് ഫ്രൈയും കൂടി ഒന്ന് നടക്കുന്നുണ്ട്, അതും കൂടി ആവട്ടെ. എന്നിട്ട് നമുക്ക് അച്ചാറാക്കാം. നമ്മളെ ലാസ്റ്റ് ബാച്ചും കൂടി ആയി, അതും കൂടി കോരിയിടാം. അമ്പത് ഗ്രാം മുളക് എരിവും കളറുള്ളത്, പിന്നെ കാശ്മീരി ചില്ലി മാത്രം 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ഇടും, അതുകൊണ്ട് ഇപ്പോൾ 70 ഗ്രാം മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികൾ ഇത് മതി. ഇട്ട് നോക്കി യൂട്യൂബിലൂടെ ഇപ്പോൾ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. പൊരിച്ചതിൽ കുറച്ച് മതി. കടുകിട്ട് കൊടുക്കട്ടെ. ചൂടായിട്ടുണ്ടാവും തോന്നുന്നു. ചൂടായിട്ടില്ല. കടുക് പൊട്ടി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ അച്ചാറാക്കുമ്പോൾ ഇത് കുറച്ച് ലാസ്റ്റ് ആയിടല്ലേ, ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. മതി, ഒന്ന് വറുത്ത് കൊടുക്കാം. അതായത് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില അതിൻ്റെ എന്ത് നമ്മൾ ഇടുന്നുണ്ടോ അതിൻ്റെ ഒന്നും വെള്ളത്തിൻ്റെ അംശം പൊട്ടി പോകണം. എന്നാൽ എത്ര കാലം വേണമെങ്കിൽ വെക്കാം. നമുക്ക് കാലങ്ങളോളം നിൽക്കാൻ നമ്മളങ്ങനെ എന്താ പറയുക വെക്കുന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ വേഗം തിന്ന് തീർക്കും. നമ്മളായാലും തിന്നിട്ട് ഇഷ്ടമായാൽ എന്താക്കും, ഉച്ചയാവാൻ വേഗം കാത്തു നിൽക്കും. എന്താ പറയുക, വീണ്ടും നമുക്കെടുത്ത് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ പെട്ടെന്ന് തീരുന്നതുണ്ട്. ഇപ്പം ഈ മോന് ഹോസ്റ്റലിൽ പോകുന്ന കൊണ്ടാണ് അവനക്ക് ആക്കി കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് ഞാനൊന്ന് വഴറ്റിട്ട് വരാം. നല്ലോണം വഴറ്റണം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഇതായിട്ട് വെളുത്തുള്ളി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അതേപോലെ ഈ പച്ചമുളക് വറുത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് അതിൻ്റെ പച്ചമണം അതുപോലെ അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വറ്റി വെച്ചേക്കാം. അപ്പോൾ അത് വരയ്ക്ക് നമുക്കൊന്ന് ഇങ്ങനെ ചൂടാക്കി വയറ്റി കൊടുക്കാം കേട്ടോ. ഈ പരുവത്തിലായിട്ടുണ്ട്. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. എണ്ണ നമ്മളെ ഇതിലുണ്ടല്ലോ, നമ്മളെ ബീഫ് വരച്ചതിൽ എണ്ണ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. മസാല ഇടുമ്പോൾ വേണ്ടി വരും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. കല്ലുപ്പ ഇടൽ. അപ്പോൾ നമുക്ക് പൊടി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പിടണം. ഉപ്പ് പോരാ. തിന്ന് നോക്കിയിട്ടൊന്നുമില്ല, കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ. പൊടികളിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് എൻ്റെ സീക്രട്ട് കൂട്ടാണ്. ഓക്കെ, ഇതും കൂടി ഇട്ട് നല്ല അപ്പോൾ നമ്മളെ കൂട്ടെല്ലാം വറുത്തെടുത്തു. ഞാൻ വിനാഗിരി ഈ എണ്ണേൻ്റെ ഇതിൽ തന്നെ ഒഴിക്കാം. ഇതെല്ലാം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് എന്താ പറയുക, ഒരു കുഞ്ഞ് കപ്പിൽ ഒരു കപ്പിൽ അതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് വറുക്കട്ടെ. സിംഗേ പാനിത്ത ഗ്രേവി വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇത് ഗ്രേവി വേണം പറഞ്ഞത് ഇത്രയിൽ എന്താ പറയുക, വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് വറ്റുവേ വേഗം. ഗ്രേവി നല്ലതായി ഉണ്ടല്ലേ. ഇനി അതിലേക്ക് കായം ഇട്ട് കൊടുക്കണം. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവപ്പൊടി. അത് നമുക്ക് നല്ലോണം വറുത്ത് കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയിട്ട് നല്ലോണം ഇതാവട്ടെ. ഇട്ട് നമുക്കതിലേക്ക് നല്ല ഉപ്പ് വെള്ളം നോക്കിയിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ മസാല റെഡിയായി. ഇനി അതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ബീഫ് എടുത്ത് ഇട്ട് കൊടുക്കാം. ബടി ബീഫ് ഇടാം. അങ്ങനെ കൊട്ട്. ഇത് ഗ്രേവി ആയിട്ടും ആക്കാം, നമുക്ക് ഡ്രൈ ആയിട്ടും ആക്കാം ബീഫ്. ബീഫ് അച്ചാറ് റെഡിയായി. കുറച്ച്
5 മിനിറ്റും കൂടി ഒന്ന് വേവട്ടെ. മസാലയിൽ ഒന്ന് ഇതാവട്ടെ. നല്ല ജോലിയുണ്ട്. അപ്പം നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. നമ്മൾ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുപ്പിയിലാക്കുക, ഈ ഡബ്ബിയിലാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലിട്ടിട്ട് പോരാ, കുറച്ചും കൂടി വേണം. അപ്പോൾ നമ്മൾ ഇനിയൊരു ബോട്ടിലും കൂടി ആക്കിയിട്ട് 1 കിലോ ബീഫ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.